ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീറ്റ് ഈഗിൾ ടെക് കോ ചാർട്ടിംഗ് 5 പൈസ പവേർഡ് ബൈ മല്ലൂർ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ട് അറിയിപ്പുകളുണ്ട്. ഒന്ന്, നമ്മുടെ 5 പൈസയിൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 റുപ്പി ബ്രോക്കറേജ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്. എൻ്റെ റെഫറൽ വഴി ചെയ്യുന്നവർക്കെല്ലാം 10 റുപ്പി ബ്രോക്കറേജ് കൊടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതൊരു എന്തുവാണ്, നിങ്ങൾക്ക് ഇതൊരു നെസസിറ്റി ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. എൻ്റെ റെഫറൽ വഴി ഓപ്പൺ ചെയ്യുന്ന ക്ലയൻസിന് അവർ പറഞ്ഞു 10 റുപ്പി, അതായത് നിങ്ങൾ ബൈയും സെയിലും അടക്കം 40 രൂപ കൊടുക്കുന്ന സ്ഥാനത്ത് ബൈയും സെയിലും അടക്കം നിങ്ങൾ 20 രൂപ ബ്രോക്കറേജ് കൊടുത്താൽ മതി. അതൊരു അറിയിപ്പായിട്ട് ഞാനത് പറയുന്നത് മാത്രം ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഗോ ചാർട്ടിങ്ങിന്റെ ഒരു ഹോളി ഓഫർ ഇപ്പം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇയർലി പാക്സിനൊക്കെ 30% ഓഫർ കിട്ടും. ഇല്ല, നിങ്ങൾക്ക് ഞാൻ കുറച്ചും കൂടെ ഗോ ചാർട്ടിങ്ങിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ റെഫറൽ വഴി ഓപ്പൺ ചെയ്യുന്ന ക്ലയൻസിന് കുറച്ചും കൂടെ ഓഫേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് അണ്ടർ ഡിസ്കഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോ ചാർട്ടിങ്ങിന്റെ ലിങ്കും സൈനപ്പ് ചെയ്യാനുള്ള ഗോ ചാർട്ടിങ്ങിന്റെ ലിങ്കും അതിന്റെ കൂപ്പൺ കോഡും ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിലെ വീഡിയോയിൽ കൊടുത്തേക്കാം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ മാർച്ചിന്റെ നമ്മൾ എന്താണ് മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോയുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ബാച്ചിന്റെ ക്ലാസ് ഇന്ന് രാത്രി 9:30 മണിക്ക് തുടങ്ങുകയാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ചേരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ബാച്ചുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ തമിഴിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇത് ജസ്റ്റ് കോമൺ ആയ കാര്യം മാത്രമാണ്. നമുക്ക് മാർക്കറ്റിലേക്ക് കടക്കാം. സോ നമ്മൾ വിചാരിച്ച പോലെ തന്നെ സ്പൈക്കോടുകൂടി ഗ്യാപ് ഡൗൺ കൂടിയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. സോ മാർക്കറ്റ് ക്രാഷ് വരുമെന്ന് ചോദിച്ചു. ക്രാഷ് ഒന്നും വന്നില്ല, പക്ഷെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിലായിരുന്നു നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. ഏകദേശം 23,850 ഭാഗത്ത് ഓപ്പൺ ചെയ്ത് താഴേക്ക് ഇറങ്ങി 23,000 ഏകദേശം നിഫ്റ്റി എവിടെ വരെ പോയി 23,697 700 ഭാഗത്തൊക്കെ വന്ന് അവിടും തിരിച്ചു കയറി ഒരു നോർമൽ വേരിയേഷൻ അപ്പായിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കണം. വിത്ത് സ്പൈക്ക് ക്ലോസ് ആണ്. വലിയൊരു മെച്ചമൊന്നുമില്ല, പക്ഷെ ഒരു നിഫ്റ്റി ആ ഗ്യാപ് ഡൗണിനെ പ്രതിരോധിച്ചുകൊണ്ട് തിരിച്ച് റിവേഴ്സ് ചെറിയൊരു നോർമൽ വേരിയേഷൻ അപ്ഡേറ്റ് തന്നു. അതേപോലെ പക്ഷെ ബാങ്ക് നിഫ്റ്റി അങ്ങനെയല്ല. ഒരു ഹെവി ഡൗൺ വന്ന ബാങ്ക് നിഫ്റ്റി തിരിച്ച് കയറാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക് താഴേക്ക് പ്രതീക്ഷിച്ച് നിഫ്റ്റി ഒരു പുവർ ലോയൊക്കെ അടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഹെവി ആയിട്ടും ഡൗൺ ആയ ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് 56,250 ഭാഗത്തൊക്കെ ഓപ്പൺ ചെയ്ത് 55,272 വരെ വന്നത് ഓൾമോസ്റ്റ് ഒരു 10-800 പോയിന്റോളം ആശാൻ തിരിച്ച് കയറിയിട്ടുണ്ട്. 2,500 പോയിന്റ് ഒക്കെ വന്ന സ്ഥാനത്ത് ഇപ്പൊ 56,000 ഭാഗത്താണ് തിരിച്ച് കയറി. അപ്പൊ 750 പോയിന്റോളം അവൻ തിരിച്ച് കയറി ഒരു നോർമൽ ബാലൻസ് ഡേ ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. മിഡ് ക്യാപ്പും ചെറിയൊരു നോർമൽ വേരിയേഷൻ അപ്പാണ്. ഞാൻ പക്ഷെ ഒരു ബാലൻസ് ആയിട്ടേ കണക്കാക്കുള്ളൂ. 12,956 ഭാഗത്തേക്ക് റെസിസ്റ്റൻസ് കയറാൻ ശ്രമിച്ചു, അവിടെ തട്ടി താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോക്കിയിട്ട് നമ്മുടെ റെഫറൻസ് ലെവൽ ചാർട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മുടെ നിഫ്റ്റി കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയാൽ നിഫ്റ്റിയിൽ ഒരു ലെവൽ ട്രേഡിംഗ് പ്രകാരം നിങ്ങൾ നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് നമ്മുടെ സപ്പോർട്ട് എല്ലാ റെസിസ്റ്റൻസും പൊട്ടി താഴേക്ക് ഇറങ്ങി വന്നതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഫസ്റ്റ് നമുക്ക് ബെയറിഷ് റെഫറൻസ് ലെവൽ വരയ്ക്കാം. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു ബാലൻസ് ഡേ ആണ്. 12,759 താഴെ മാത്രമേ ഞാൻ ഇത് സെല്ലിംഗ് ഉള്ളൂ. അപ്പം 12,759 ആയിരിക്കും നമ്മുടെ ഇനി ഒരു ബെയറിഷ് റെഫറൻസ് വെക്കുന്നത്. അതിന് താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ടാർഗറ്റ് എവിടേക്ക് വരാം? 12,700 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ആയിരിക്കും. സെക്കൻഡ് ടാർഗറ്റ് 12,660 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് 12,610 ഇതായിരിക്കും എനിക്ക് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പിന്റെ ഫസ്റ്റും സെക്കൻഡും ടാർഗറ്റ്. ഇതാണെങ്കിൽ ബെയറിഷ് റെഫറൻസ്. നമ്മുടെ പി ഒ സി നിൽക്കുന്നത് 12,833 ഭാഗത്തേക്കാണ് പി ഒ സി. ഞാൻ ആ പി ഒ സി ഒന്ന് വരയ്ക്കാം. 12,833 ഭാഗത്തേക്ക് ആ പി ഒ സി ഞാനൊന്ന് കൊണ്ടുവന്നു. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 13,000 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നു. അത്രയാണ് 13,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ മിഡ് ക്യാപ്പിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ആ ബൈ ഫസ്റ്റ് 13,050 ഭാഗത്തേക്ക് പോവാം. പഴയ ഒരു വാല്യൂ ഏരിയ ഹൈ ആണ്. 13,050 ഭാഗത്തേക്ക് ഒരു ടെസ്റ്റ് വരാം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 13,090 ഭാഗത്തേക്ക് എത്രയാണ് 13,090 13,090 ഭാഗത്തേക്ക് വരാനും
തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13,152. എത്രയാണ്? 13,152 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിന് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 13,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലായി. ഇതായിരിക്കും അത് ഇതിൽ മൊത്തത്തിൽ പറയാനുള്ളത്. ഒരു OAOR ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. നോർമൽ ഡേ ചെറിയൊരു വേരിയേഷൻ ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇതിനെ നോർമൽ ഡേ ആയിട്ടേ കണക്കാക്കുള്ളൂ. മാർക്കറ്റ് വ്യക്തമായിട്ട് വെച്ചേക്കുക. 13,000 പൊട്ടയാണെങ്കിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. അപ് ടു 13,122 രൂപയുള്ള ഗ്യാപ്പ് ഒക്കെ വേണമെങ്കിൽ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായിരിക്കും. ഇതാണ് മിഡ് ക്യാപ്പിന്റെ റെഫറൻസ് ട്രേഡിങ്ങിന് വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇന്ന് ബാങ്ക് നിഫ്റ്റിയും ഒരു ഒരു ബാലൻസ് ഡേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ റെഫറൻസ് ലെവലൊക്കെ പൊട്ടി താഴേക്ക് നിന്നു. ഇനി 55,500 താഴെ മാത്രമേ ഞാൻ സെല്ലിംഗ് ഉള്ളൂ. എത്രയാണ്? 55,500 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 55,390 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 55,200 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് 55,000 ഭാഗത്തേക്ക്. ഇതായിരിക്കും എനിക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ആൻഡ് റെഫറൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും നാളത്തേക്കുള്ള റെഫറൻസ് ലെവൽ. 55,500 പൊട്ടയാണെങ്കിൽ ഒരു സെല്ലിംഗ് വീണ്ടും വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ബൈയിങ് എന്ന് പറയുന്നത് POC 55,780 ഭാഗത്തേക്കാണ് POC. ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്തു. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 56,325 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും? ഈ ഒരു ബൈ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വേറെ എവിടെയൊക്കെ നിൽക്കുകയാണ്. ഈ പഴയ ലെവലിന്റെ ഭാഗം 56,305 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 56,500 ഭാഗത്തേക്ക്. എത്രയാണ്? 56,499 56,499 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് അവിടെ ആയിരിക്കും. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ എങ്ങോട്ട് പോകും നമ്മളെ മാർക്കറ്റ്? 56,499 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്തത് കൃത്യമായി പറയുകയാണെങ്കിൽ 56,697. സെക്കൻഡ് ടാർഗറ്റ് 56,697 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 56,697 അടുത്തത് 56,888 56,888. ഇങ്ങനെ ഈ ഒരു റെഫറൻസ്. അത് സ്റ്റില്ലും ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നില്ല. പക്ഷേ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്താനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. ഒരു നോർമൽ ഡേ ആയിരുന്നു. ഒരു പുവർ ലോ ഒക്കെ പ്രതീക്ഷിച്ചു. ലാസ്റ്റ് ഇവിടെ 10 മണിക്കുള്ള നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എത്ര വരെ വന്നു? 9:45. ഈ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ലോ പൊട്ടാൻ ശ്രമിച്ചു എന്ന് വെച്ചാൽ 55,270. പിന്നെ 6,000 ലോ 279. അവർ പുവർ ലോ എന്നൊക്കെ സ്ട്രക്ചർ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഒരു നോർമൽ ഡേ ആണ്. പക്ക ഒരു ബാലൻസ് ഡേ ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കണം. അപ്പൊ ഇന്നത്തെ ഹൈക്ക് മോള് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ശ്രമം നടത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നിഫ്റ്റി നമുക്ക് മെന്ററിംഗ് ബാച്ചിൽ പലരും ചോദിക്കാറുണ്ട് ട്രേഡ് സെറ്റപ്പ് എങ്ങനെയൊക്കെ ആയിരിക്കും ഇൻട്രാഡേ ട്രേഡ് സെറ്റപ്പ് വർക്ക് ആവുന്നു. നമുക്കൊരു JPD കിടിലൻ ട്രേഡ് സെറ്റപ്പ് ഉണ്ട്. കിട്ടില്ല ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനും മാർക്കറ്റിന്റെ കൂടെ പോകാനൊക്കെ വിൽ ബി എ ഗ്രേറ്റ് ഡേ. എല്ലാ ദിവസവും കിടിലൻ ട്രേഡ് ഉണ്ടായിരുന്നു. ഇന്ന് കൃത്യമായിട്ട് ഞാൻ റെഫറൻസ് ലെവൽ വെച്ചുള്ള ലെവൽ പുറത്തു 23,930 മുകളിൽ ഫ്യൂച്ചർ ബൈ പറഞ്ഞു. 24,100 അടിപ്പിച്ച ടാർഗറ്റാണ്. അത് ഹിറ്റ് ആയിരുന്നു. അതേകൂടെ JPന്റെ ട്രേഡ് സെറ്റപ്പ് ഹിറ്റ് ആയിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ട്രേഡ് സെറ്റപ്പിൽ ഇഷ്ടം പോലെ ഉള്ള ഒരു മെന്ററിംഗ് സിസ്റ്റമാണ് നമ്മുടേത്. സോ കൂടുതൽ അറിയാൻ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനി ഒരു സെല്ലിംഗ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഏതിന് താഴെ എടുക്കാവുള്ളൂ. ഈ നിഫ്റ്റി ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 25,780 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചു. എത്രയാണ്? 23,780 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഫസ്റ്റ് ടാർഗറ്റ് 23,720 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 23,665 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് 23,600 ഭാഗത്തേക്ക് വരും. ഇതാണ് എനിക്ക് നിഫ്റ്റിയുടെ താഴേക്കുള്ള റെഫറൻസ് ലെവലായിട്ട് പറയാൻ വേണ്ടി ഉദ്ദേശമുള്ളത്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് POC നോർമൽ വേരിയേഷൻ അപ്ഡേറ്റ് ആണ്. POC നിൽക്കുന്ന 23,881 ഭാഗത്താണ് POC. ഞാൻ ആ POC ഒന്ന് തട്ടി താഴേക്ക് കൊണ്ടുവരാം. 23,880. ഇന്നലത്തെ POC ഒറ്റയടിക്ക് 800 പോലും താഴെയാണ് POC. ഹൈ എന്ന് പറയുന്നത് ഹൈക്ക് മുകളിൽ മാത്രമേ ഞാനൊരു ബൈ എടുക്കുന്നു. എത്രയാണ്? 24,078 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കും. 24,080 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 23,962 23. നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പഴയ ലെവലാണ്. 24,80 മുകളിൽ നിൽക്കുകയാണെങ്കിൽ
24,125 ഭാഗത്തേക്ക് 24,125 ഫസ്റ്റ് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 24,170 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് 24,235 ഭാഗത്തേക്ക്. ഇതായിരിക്കും എനിക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയാനുള്ള അപ്പർ സൈഡ് ലെവല്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് കട്ട് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് സ്പൈക്ക് സോണിലേക്ക് ട്രേഡ് പോവുകയും ആ സ്പൈക്ക് ട്രേഡ് ആക്റ്റീവ് ആവുകയും ചെയ്യും. സ്പൈക്ക് ട്രേഡ് എന്താണെന്ന് എൻ്റെ മെന്ററിംഗിലുള്ളവർക്ക് അറിയാം. നിങ്ങൾക്കും പലർക്കും എൻ്റെ ചാനലിലെ പഴയ ഓർഡർ മാക്കപ്രോഫിന്റെ ക്ലാസ്സുകളൊക്കെ പോയവർക്കൊക്കെ അതിനെക്കുറിച്ച് എന്താണ് പ്രത്യേക സ്പൈക്ക് റൂൾ എന്താണെന്നൊക്കെ അറിയാൻ പറ്റും. സോ സ്പൈക്ക് ട്രേഡ് സെറ്റപ്പ് ആക്റ്റീവ് ആവുകയും മാർക്കറ്റ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ്, പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഇവഞ്ച്വലി പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ ഹെവി ഒരു വോൾട്ടാലിറ്റി ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും നമ്മുടെ ഏതാണ് ഈ ക്രൂഡ് ഓയിലിന്റെ മൂവ്മെന്റ് അനുസരിച്ച്. ഇപ്പൊ രണ്ട് ചാർട്ട് നിങ്ങൾ എടുത്ത് ക്രൂഡ് ഓയിൽ അടിക്കുന്നത് പോലെ ഈ ചാർട്ടിൽ നിങ്ങൾ നോക്കിയാൽ ബാങ്ക് നിഫ്റ്റി അടിക്കും. ക്രൂഡ് ഓയിൽ തിരിച്ച് കയറുമ്പോൾ നിഫ്റ്റി കയറും, ക്രൂഡ് ഓയിൽ അടിക്കുമ്പോൾ മാർക്കറ്റ് കയറും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ നിഫ്റ്റി പൊക്കോണ്ടിരിക്കണം. വലിയൊരു മാറ്റം ഉണ്ടെന്ന് വെച്ചാൽ വലിയൊരു മാറ്റമൊന്നുമില്ല. പക്ഷെ എന്നാൽ നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും ക്രൂഡ് ഓയിൽ ഒരു പക്ക ഒരു ഇത് ഹെവി വോൾട്ടല്ലേ. ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് വന്നു, ആശ എന്ത് ചെയ്തു, തിരിച്ച് മുകളിലോട്ട് കയറി താഴേക്ക് അടിച്ച് വീണ്ടും താഴേക്ക് അടിച്ച് നിങ്ങൾ നോക്കിയറിയാം മുകളിലോട്ട് ഡീപ്പ് പീരീഡിൽ ഡയറക്ഷൻ ഫെയിൽ ആയി താഴേക്ക് വന്ന് ഇപ്പം കൃത്യമായി പറയും 9250 9990 ഇടയ്ക്ക് കിടന്ന് കളിക്കാം. അപ്പോൾ ഈ 9250 പൊട്ടയാണെങ്കിൽ കൂടുതൽ സെല്ലിങ് വരാം. ആ സെല്ലിങ് വേണമെങ്കിൽ നമ്മുടെ മാർക്കറ്റിന് പോസിറ്റീവായ രീതിയിൽ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓയിലിനെ ഒന്ന് വാച്ച് ചെയ്തേക്കുക. ഓയിൽ ഒരു ഡയറക്ഷൻ തരാനുള്ള ചാൻസ് മാർക്കറ്റിൽ വളരെയധികം കൂടുതലാണ്. സോ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്ലിക്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ ഫോർ ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.